Hello friends, welcome back to Zara's Easy Cooking. ഇന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയ ഡോണറ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് ഓവനൊന്നും ആവശ്യമില്ല. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 3-4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര അലിയുന്ന വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 2 കപ്പിന് 1 ടീസ്പൂൺ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മുട്ടേൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പിൽ കൂടുതൽ പാൽ ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായ പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഈ മാവ് ഇവിടെ ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇതൊരു 2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടും ഇത് അടച്ചു വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. മാവ് ഇവിടെ ഇപ്പം ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂകിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് പോകുന്നവരെ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂകിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു റോളർ വെച്ച് ഒന്നിത് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഇവിടെ ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു മൂടി വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഹോളാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് നോസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ മൂടി വെച്ചിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂകിയിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിനൊരു 1/2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു നനഞ്ഞ തുണി വെച്ച് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ. ഒരു ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായാൽ ഇതിലേക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. ഡോണറ്റ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരുപാട് കൂടിയാൽ ഇത് പെട്ടെന്ന് കരിയും. ഇതിൻ്റെ ഉൾവശമൊന്നും വെന്തിട്ടുണ്ടാവില്ല. നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇതൊന്ന് പൊങ്ങി വരും. ഇതിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ഡോണറ്റ്സ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് മാറ്റാം. ഇതിവിടെ ഇപ്പം നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഡോണറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടാവുക. അത്രക്കും നല്ലൊരു ടേസ്റ്റാണ് ഈ ഡൊണറ്റ്സിന്. ചൂടോടെ തന്നെ ഡൊണറ്റ്സ് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പൗഡർഡ് ഷുഗറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കാണാനും നല്ല രസമാണ്. അങ്ങനെയും കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പം കാണാൻ നല്ല പെർഫെക്റ്റ് ആയ ഷേപ്പിൽ ഈ ഡൊണറ്റ്സ് ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട്.
എല്ലാ ഡോണറ്റ്സും ഇവിടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ ചെറിയ തെരിയായ പഞ്ചസാരയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ചോക്ലേറ്റിൻ്റെ കോട്ടിംഗാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വലിയൊരു ഡാർക്ക് ചോക്ലേറ്റിന് ഒരു വലിയൊരു ബാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുത്തത്. ഇതിലേക്ക് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചോക്ലേറ്റിലേക്ക് ഡൊണറ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ ഇത് സെറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് ടൈം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇതുപോലെ എല്ലാ ഡൊണറ്റ്സും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിനും പകരം വൈറ്റ് ചോക്ലേറ്റും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റിന് മുകളിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട്. അല്ലെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഡൊണറ്റ്സ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റുള്ള ഡൊണറ്റിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.